എല്ലാ കൂട്ടുകാർക്കും എന്നത്തെ പോലെ ഇന്നും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി പെർഫെക്റ്റ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ഷവർമ. അതിനായി ബോൺലെസ് ചിക്കൻ 200 ഗ്രാം ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കുക. കട്ടിയുള്ള ഇറച്ചിയാണ്, അതുകൊണ്ട് രണ്ടായി കീറി ചെറിയ കഷ്ണങ്ങളാക്കി വൃത്തിയായി കഴുകിയെടുക്കുക. ഇനി ഇതിനായി അരമണിക്കൂർ വെള്ളത്തിട്ട് കുതിർത്ത 15 ഉണക്കമുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി കൂടെ ചേർക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും, 1 പീസ് സവാള അഥവാ 1/4 സവാള, 1 ടീസ്പൂൺ നാരങ്ങനീര്, ഒറിഗാനോ 1/4 ടീസ്പൂൺ, സാൾട്ട് 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, എല്ലാം കൂടി നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം 1/4 കപ്പിൻ്റെ പകുതി കുക്കിംഗ് ഓയിൽ ചേർത്ത് ഒന്നുകൂടി നന്നായി അരച്ചെടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിൽ ഫോർക്ക് കൊണ്ടോ നൈഫ് കൊണ്ടോ 2 സൈഡും ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഹോൾസ് ഇടുമ്പോൾ ചിക്കനുള്ളിലേക്ക് നല്ലതുപോലെ മസാല കയറാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കഴുകി എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ സമയത്ത് ഷവർമ സോസ് അല്ലെങ്കിൽ തഹീൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് 1/4 കപ്പ് വെളുത്ത എള്ളും 1/4 കപ്പിൻ്റെ പകുതി പൊട്ടുകടലയും ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. കരിഞ്ഞു പോകരുത്, കളർ മാറേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ചെറിയ ചൂടാകുമ്പോൾ തീ ഓഫാക്കുക. തണുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കൂട്ടുകാരെ. പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് കുക്കിംഗ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, കൂടുതൽ ഉപ്പ് ചേർക്കേണ്ട, മയോണൈസ് ചേർക്കാനുള്ളതാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടി നന്നായി അരച്ചെടുക്കുക. അതിലേക്ക് ചെറിയ ചൂടുവെള്ളം 1/4 കപ്പ് ഒഴിക്കുക. 1 ടീസ്പൂൺ നാരങ്ങനീരും ചേർത്ത് നന്നായി മഷി പോലെ അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിന് അരച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മയോണൈസും 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ടേസ്റ്റ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. തഹീന റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ മൂടി വേവിക്കുക. അപ്പോഴേ ചിക്കൻ സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ. ഒരുപാട് ഹാർഡ് ആവേണ്ട ആവശ്യമില്ല. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും. എന്നാലും 1-2 മിനിറ്റ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ തണുത്തതിന് ശേഷം ചെറിയ പീസുകളാക്കുക. ഒന്നുകിൽ കത്തി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ചെറിയ പീസുകളാക്കി എടുക്കുക. ഞാനിവിടെ ഷവർമ ഹട്ടിൽ കട്ട് ചെയ്യുന്നത് പോലെ കത്തി കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു മസാല കൂടി ചേർക്കുമ്പോഴാണ് ഷവർമയ്ക്ക് ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുന്നത്. നല്ല എരിവെല്ലാം ഉണ്ടായിരിക്കും. ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ക്യാരറ്റ്, കാബേജ്, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് കുക്കുംബർ എല്ലാം ചേർത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ വേണമെങ്കിൽ ഷവർമ സോസ് കൂടി കുറച്ച് ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ കട്ടി കുറഞ്ഞ കുബൂസാണ്. അതിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ കട്ടി കുറഞ്ഞ കുബൂസാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷവർമ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചൂടാക്കിയെടുത്ത കുബൂസ് ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷവർമ സോസ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഷവർമ മിക്സ് കൂടെ ചേർത്ത് അതിന് മുകളിൽ ഷവർമ സോസ് ഒഴിച്ച് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുമ്പോൾ കുബൂസിൻ്റെ 2 അറ്റവും ഒരുപോലെ പിടിച്ച് ഇതുപോലെ അങ്ങ് ടൈറ്റാക്കി വെച്ചുകൊണ്ട് ബട്ടർ പേപ്പറിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ടൈറ്റാക്കി കുറച്ചുകൂടി ടൈറ്റാക്കി റോൾ ചെയ്യാവുന്നതാണ്.
ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുപോലെ അറ്റത്ത് കൊണ്ടുവരിക. അതിനുശേഷം കറക്റ്റ് നല്ല ടൈറ്റിന് വേണം ഇത് റോൾ ചെയ്തെടുക്കാൻ. അതിനുശേഷം അടിഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് മുകളിലോട്ട് വയ്ക്കുക. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ചിക്കൻ ഷവർമ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ഷവർമ ആയിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി കമൻറ്റായി അറിയിക്കുക. വീഡിയോ ഫുൾ സ്കിപ്പ് അടിക്കാതെ കണ്ടവർക്ക് ഒരുപാട് നന്ദി. ഇതിലും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ ബൈ.